നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഘടകകക്ഷികൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്നവർക്ക് മുന്തിയ പരിഗണന ലഭിക്കുകയും ചെയ്യുന്നതോടെ BJPയിലെ 2-3 നിരകളിലെ ഒട്ടേറെ നേതാക്കൾക്ക് മത്സരിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് രംഗത്തെ പതിവ് മുഖങ്ങളിൽ പലതും ഇത്തവണ പുറത്താകും. BDJSും പുതുതായി എൻഡിഎയിലെത്തിയ 2020യും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇത്തവണ 50 മുതൽ 60 സീറ്റ് വരെ ഘടകകക്ഷികൾക്ക് നൽകാനാണ് സാധ്യത. ഇതോടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ പല നേതാക്കൾക്കും സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ലെന്ന് ഉറപ്പായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച കായംകുളം, വർക്കല തുടങ്ങിയ 1 ഡസനോളം മണ്ഡലങ്ങൾക്കായി BDJS പിടിമുറുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ BDJS മത്സരിച്ച മണ്ഡലങ്ങളാണിവ. 2016-ൽ BDJS 37 സീറ്റുകളിലാണ് മത്സരിച്ചത്. 2021-ൽ ഇത് 21 കുറഞ്ഞു. ഇക്കുറി 40 സീറ്റ് വേണമെന്ന അവകാശവാദമാണ് BDJS ഉന്നയിക്കുന്നത്. 2020യും 30 സീറ്റ് വേണമെന്ന നിലപാടിലാണ്. കഴിഞ്ഞ തവണ 2020 BDJS സ്ഥാനാർത്ഥികളെക്കാൾ വോട്ട് നേടിയ മണ്ഡലങ്ങളടക്കം 10 സീറ്റിൽ കൂടുതൽ സീറ്റ് നൽകരുതെന്ന വാദം BJPക്കുള്ളിൽ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റു പാർട്ടികളിൽ നിന്നെത്തി മത്സരിച്ച ശേഷം അവർ വന്ന വഴിക്ക് പോകുമെന്നാണ് BJPയിലെ 2ാം നിര നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരിൽ 10% താഴെ മാത്രമേ സജീവമായി പാർട്ടിയിൽ തുടരുന്നുള്ളൂവെന്ന കണക്കുകളും അവർ നിരത്തുന്നു. സീറ്റുകൾ പങ്കുവെക്കുന്നതിന് മുൻപ് ഘടകകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് പറയണമെന്ന നിർദ്ദേശം BJP സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ട്. മികച്ച സ്ഥാനാർത്ഥികളുടെ പേര് നൽകിയില്ലെങ്കിൽ വർക്കല, റാന്നി, കായംകുളം, അരൂര്, പറവൂര്, നെന്മറ തുടങ്ങിയ സീറ്റുകൾ തിരിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കേണ്ടി വരുമെന്ന സൂചനയും BJP നേതൃത്വം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.